ഹലോ ഗൈസ്, ഇന്ന് ഡോറയുടെ പ്രയാണം പോലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഗ്രഫിറ്റി ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രഫിറ്റി കാണുന്നത്. ഗ്രഫിറ്റി എന്ന് പറഞ്ഞാൽ ഈ അൺഓത്തറൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വാൾസിലൊക്കെ പെയിന്റ് അടിക്കത്തില്ലേ. കുറച്ച് നേരം അത് വായി നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു അടിപൊളി ക്രീക്കാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഞങ്ങൾ പോകേണ്ടിയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പുറത്തായി പോയി. അങ്ങനെ എങ്ങനെയൊക്കെയോ സാഹസികപരമായി ഞാൻ അപ്പുറത്ത് ചാടി കടന്നിട്ട് എൻ്റെ ക്യാമറാമാനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി സ്ഥലമാണ്, ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ അവിടെ വന്നിരിക്കാൻ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു, വർത്താനം പറഞ്ഞു. കുറേ നേരം അവിടെ വെറുതെ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുത്തു. നല്ല മഴ വരുന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്രദേശം കണ്ടിട്ട് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. ഞങ്ങൾ അവിടുത്തെ ഫെൻസൊക്കെ ചാടി കിടന്നിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് നേരം നടന്നിട്ടോ. ഇത് ഭയങ്കരമായ കാടൊന്നുമല്ല, എന്നാലും നല്ലൊരു നടപ്പാതെയുള്ള ചുറ്റും മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇരുട്ട് വീണപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയായി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചാടി പുറത്തിറങ്ങി. കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് പ്രോട്ടീൻ ബീഫും കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ആൽഡിയിൽ പോയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തു. പിന്നെ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എടുക്കേണ്ടത്? നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫുമാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പൊറോട്ട അവിടെ ഫ്രോസൺ റൊട്ടി ബ്രെഡ് എന്നൊക്കെ പറയാൻ ഇവിടെ കിട്ടുന്നത് പൊറോട്ടയോട് ഏകദേശം സാമ്യം വരുന്നൊരു സാധനമാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ബീഫ് കറി ഉണ്ടാക്കി. പിന്നെ ഈ പറഞ്ഞ പൊറോട്ട ഈ ഫ്രോസൺ സാധനം എടുത്തിട്ട് ഞങ്ങൾ ഫ്രൈ അല്ലല്ലോ, ടോസ്റ്റ് എന്താ പറയുക, ചുട്ടെടുത്തു. അതിനുശേഷം ഒന്ന് പൊറോട്ട ആകുമ്പോഴത്തേക്കും ഒന്ന് അടിച്ചമർത്താൻ ഒരു ടെൻഡൻസി വരുമല്ലോ, അങ്ങനെ നല്ലോണം അടിച്ചമർത്തിയപ്പോഴത്തേക്കും നല്ല ഫ്ലേക്കി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീഫ് കറിയിൽ ഒരു കോംപ്രമൈസില്ല, നല്ല നാടൻ ടേസ്റ്റിലുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം നല്ല മുരിഞ്ഞ പൊറോട്ടയും നല്ല ചൂട് ബീഫ് കറിയും കൂടി എൻ്റെ ദൈവമേ, പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അന്നയ്ക്ക് കഴിക്കാൻ കൊടുത്തു. ഇനി അന്നയാണ് ഇത് റിവ്യൂ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. ഇതിനെക്കാട്ടി നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ടു കേട്ടോ. ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേക്കും ആൾ കുറച്ച് ഡീസൻ്റ് ആയിട്ട് അഭിനയിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.